പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 യേശു പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെ ആയതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ ധൈര്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. 1 പത്രോസ് 5:6 തിരുവചനം പറയുന്നു, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. യേശു പറയുന്നുണ്ട്, ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴം പോലും വർദ്ധിപ്പിക്കാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. നമ്മുടെ ഉത്കണ്ഠകളും പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നാം കർത്താവിനെ ഏൽപ്പിക്കുമ്പോൾ കർത്താവ് നമ്മെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യേശുവിലുള്ള വിശ്വാസം നമുക്കുണ്ടായാൽ മാത്രമേ യേശുവിൻ്റെ വചനങ്ങളിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. യേശയ്യാ 40:31 തിരുവചനം പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവൻ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരും. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നാം പലപ്പോഴും മനുഷ്യരിലാണ് ആശ്രയിക്കുന്നത്, വിശ്വസിക്കുന്നതും. നാം കേൾക്കുകയും അവരെ അനുസരിക്കുകയും ചെയ്യും. എന്നാൽ കർത്താവ് യേശയ്യാ 2:22 യേശയ്യാ പ്രവാചകനിലൂടെ പറയുന്നു, മനുഷ്യനിൽ വിശ്വാസം അർപ്പിക്കരുത്, അവനൊരു ശ്വാസം മാത്രം, അവന് എന്ത് വിലയുണ്ട്. നാം ആശ്രയിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും നമ്മുടെ സൃഷ്ടാവും രക്ഷകനും പരിപാലകനുമായ ദൈവത്തിലാണ്. അപ്പോൾ കർത്താവിൻ്റെ വിജയകരമായ വലതുകൈ നമ്മെ താങ്ങിക്കൊള്ളും. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.